കണ്ടില്ലേ, ഇതൊരു ആവാസ വ്യവസ്ഥയാണ്. ഇതിൻ്റെ അകത്ത് മണ്ണും കടലും പ്രകൃതിയും ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികളും അങ്ങനെയെല്ലാം ഉണ്ട്. ഇതൊന്നുമല്ല, ഇതൊക്കെ നിർമ്മിക്കുന്ന ആളാണ് ഏറ്റവും പ്രത്യേകതയുള്ള ആൾ. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എൻ്റെ മുൻ സഹപ്രവർത്തകയായിരുന്നു ചേച്ചിയാണ് പൗർണമി ശങ്കർ. ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു? ഇത് ടെറേറിയം എന്ന് പറയും. അതായത് നമ്മുടെ ഭൂമിയിലുള്ള ലെയേഴ്സിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. ചെടികൾ ഒരിക്കൽ അത് നമ്മൾ പോട്ട് ചെയ്ത ശേഷം പിന്നെ അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോലും ഒഴിക്കേണ്ട. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കൗതുകവും സൗകര്യവും. ഈവൻ താഴത്തെ കല്ല് മുതൽ പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന കല്ല്, അതെല്ലാം ഈ മുകളിൽ ഒഴിക്കുന്ന വെള്ളം കൃത്യമായിട്ട് താഴേക്ക് എത്തുകയും മുകളിലുള്ള മണ്ണ് താഴെ പോകരുത്, മണൽ താഴെ പോകരുത്. ആ രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. ഫിൽറ്ററിങ് സംവിധാനം വരെ ഉണ്ട്. മാധ്യമപ്രവർത്തനം വിട്ടിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെയാണ് ആ ഫീൽഡിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നത്. പക്ഷേ ഒരുപാട് യാത്ര ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജോലി രാജിവെക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കും. തൊട്ടടുത്ത മാസം ലോക്ക്ഡൗൺ ആവുന്നു. 1.5 വർഷം ഞാൻ വീട്ടിൽ കുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ചെടികളിലേക്കും തുടർന്ന് ടെറേറിയത്തിലേക്ക് ഞാൻ എത്തപ്പെടുന്നത്. ആദ്യത്തെ തവണ മാത്രമാണ് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത്. ആ ഒഴിക്കുന്ന വെള്ളം തന്നെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത് ഇതിനുള്ളിൽ. നമ്മുടെ ഭൂമിയിൽ മഴ ഉണ്ടാകുന്ന പോലെ തന്നെ ഈ വെള്ളം നീരാവിയായിട്ട് മുകളിൽ പോകുന്നു. മുകളിൽ ചെന്ന് കണ്ടൻസേഷൻ, അതിനുശേഷം അത് താഴേക്ക് വരുന്നു. അതാണ് ഇതിനുള്ളിലും സംഭവിക്കുന്നത്. ഇതിനുള്ളിൽ ചെറിയൊരു സൂക്ഷ്മജീവിയെ കൂടെ നമ്മളിടും. സ്പ്രിംഗ് ടെയിൽസ് എന്ന് പറയും. ഉണ്ട്, പ്രത്യേകതയുണ്ട്. കാരണം മോയ്സ്ചർ ലവിങ് പ്ലാന്റ്സ് മാത്രമേ നമുക്കിതിൽ വെക്കാൻ പറ്റൂ. അങ്ങനെയുള്ളത് ഇതിനുള്ളിൽ സർവൈവ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഫിറ്റോണിയ പോലുള്ള ചെടികൾ, ഫേൺസ്, അതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇതിൽ വെക്കുക. പക്ഷേ ഞാൻ എൻ്റേതായ വഴിക്ക് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ചെറിയ പഴയ കുപ്പികളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ബേസൊക്കെ റെഡിയാക്കിയ ശേഷം നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന എന്നാൽ ചെറിയ പൂവൊക്കെ ഇടുന്ന ചില ചെടികളുണ്ട്. എൻ്റെ കയ്യിലുള്ള പഴയ കുപ്പികളിലെല്ലാം ഇതിൻ്റെ ബേസൊക്കെ റെഡിയാക്കിയിട്ട് ഈ ചെടി അതിൽ വെച്ച് നോക്കും. അപ്പോൾ പലതും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു സാധനം മേക്ക് ചെയ്തെടുക്കുന്നതിന് എത്ര പ്രൈസ് വരും? അല്ലെങ്കിൽ ഇതെങ്ങനെ ഒരാൾ ആവശ്യപ്പെട്ടാൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും? കയ്യിൽ കൊടുക്കാനേ പറ്റുള്ളൂ. ഒന്നുകിൽ നമ്മൾ ഇവിടെ വന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് കൊടുക്കുക. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് കൊടുക്കുന്നതിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരു 500 രൂപ മുതൽ 500, 700, 1000 അങ്ങനെ ഒരു 1600, ഇതൊക്കെ 1600-ൻ്റെ റേറ്റിൽ വരുന്നതാണ്. അപ്പോൾ കാര്യമായിട്ട് വീട്ടിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 1600, 1200 റേഞ്ചിലുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വളർന്നു വരുന്നത് കാണാൻ പറ്റും. അതിനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ ഏതായാലും മാധ്യമപ്രവർത്തന രംഗത്ത് നിന്ന് വഴിമാറി ടെറേറിയത്തിൻ്റെയും പുതിയ ആവാസ വ്യവസ്ഥയുടെയും ഒക്കെ പുതിയ ലോകത്താണ് പൗർണമി ചേച്ചി ഉള്ളത്. അപ്പോൾ അവസാനമായിട്ട് വാർത്ത വായിച്ച് നിർത്താൻ ഒരവസരം തരികയാണ്. ഒരു സൈൻ ഓഫ് പറഞ്ഞു. ഓക്കെ. ടെററിങ്ങൾക്കിടയിൽ നിന്നും AK സ്റ്റെഫിനും പ്രേമിനുമൊപ്പം പൗർണമി ശങ്കർ, മാതൃഭൂമി ന്യൂസ്.